ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെടുന്ന മനുഷ്യർ. നാം ഇന്ന് ജീവിക്കുന്നത് സാങ്കേതികവിദ്യയുടെ ഒരു വലിയ യുഗത്തിലാണ്. വിരൽത്തുമ്പിൽ ലോകം മുഴുവനുമുണ്ട്. കയ്യിലുള്ള ഒരു കൊച്ചു ഫോണിലൂടെ ലോകത്തിന്റെ ഏതു കോണിലുള്ള ആളോടും സംസാരിക്കാം, ചിത്രം കാണാം. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ നൂറുകണക്കിന് ഫ്രണ്ട്സും ഫോളോവേഴ്സും നമുക്കുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത്രയധികം ആളുകളുമായി നമ്മൾ ഡിജിറ്റലായി കണക്റ്റഡ് ആയിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് പലരുടെയും ഉള്ളിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നതെന്ന്? ചുറ്റും ആളുകളുണ്ട്, വീട്ടുകാരും കൂട്ടുകാരുമുണ്ട്. പക്ഷേ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം വിഷമങ്ങൾ മുൻവിധികളില്ലാതെ കേട്ടിരിക്കാൻ ആരെയും കിട്ടാത്ത അവസ്ഥ. ഇതിനെയാണ് നമ്മൾ വർദ്ധിച്ചുവരുന്ന ഒറ്റപ്പെടൽ എന്ന് വിളിക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിലും തനിച്ചായി പോകുന്ന മനുഷ്യരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ തനിച്ചായി പോകുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? പ്രധാനമായും 2 കാരണങ്ങളാണ് ഇതിനുള്ളത്. 1, നമ്മുടെ മാറിയ ജീവിത രീതി. 2, സോഷ്യൽ മീഡിയയും വിർച്വൽ ലോകവും. പഴയ കാലത്തെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. വരാന്തകളിലിരുന്ന് വർത്തമാനം പറയുന്ന മുത്തശ്ശിമാർ, വൈകുന്നേരങ്ങളിൽ കവലകളിലും ചായക്കടകളിലും തടിച്ചുകൂടുന്ന ആളുകൾ, തൊടിയിലും പറമ്പിലും ഒത്തുകൂടുന്ന കൂട്ടുകാർ. അവിടെ കേൾക്കാൻ ആളുകളുണ്ടായിരുന്നു, പങ്കുവയ്ക്കാൻ സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം അണുകുടുംബങ്ങളിലേക്കും അടച്ചിട്ട ഫ്ളാറ്റുകളിലേക്കും ചുരുങ്ങി. എല്ലാവരും തിരക്കിലാണ്. പണത്തിനു പിന്നാലെ, ജോലിയുടെ പിന്നാലെ, പഠനത്തിനു പിന്നാലെ. ഈ ഓട്ടത്തിനിടയിൽ സഹജീവികളോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ലാതെയായി. പഴയകാലത്തെ കൂട്ടുകുടുംബങ്ങളിൽ കേൾക്കാനും പറയാനും ആശ്വാസം നൽകാനും മുത്തശ്ശിമാരും ബന്ധുക്കളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അടച്ചുപൂട്ടിയ ഫ്ളാറ്റുകളിലെ അണുകുടുംബങ്ങളിൽ മാതാപിതാക്കൾ ജോലി തിരക്കിലാകുമ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ തനിച്ചാകുന്നു. നാടും വീടും വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് സാംസ്കാരികവും വൈകാരികവുമായ ഒറ്റപ്പെടൽ. സോഷ്യൽ മീഡിയയിൽ ഒരു ഫോർവേഡ് മെസ്സേജ് അയക്കുന്നതും സ്റ്റോറികൾ പോസ്റ്റ് ചെയ്യുന്നതും യഥാർത്ഥ ബന്ധങ്ങൾക്ക് പകരമാവില്ല. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞ ഫോട്ടോകൾ കാണുമ്പോൾ എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് സന്തോഷമില്ലാത്തത് എന്നൊരു ചിന്ത വരാം. ഇത് നമ്മളിൽ പലരെയും കൂടുതൽ ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നു. കുടുംബങ്ങൾക്കുള്ളിൽ പോലും സംഭാഷണങ്ങൾ കുറയുന്നു. തീന്മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കുമ്പോഴും ഓരോരുത്തരും അവരവരുടെ ഫോണുകളിൽ, അവരവരുടെ ലോകങ്ങളിൽ. മുൻപ് ബന്ധുവീടുകൾ സന്ദർശിക്കുക, കൂടിച്ചേരലുകൾ ഒക്കെ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് യാതൊന്നുമില്ല. ഓരോ വ്യക്തിയും അവനവനിലേക്ക് ചുരുങ്ങുന്നു. സംസാരിക്കാൻ ധാരാളം ആളുകൾ ചുറ്റുമുണ്ടാകാം. എന്നാൽ നമ്മുടെ സങ്കടങ്ങൾ കേട്ട് മുൻവിധികളില്ലാതെ മനസ്സിലാക്കാൻ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ പലരും നിശബ്ദരാകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ് R. സമൂഹത്തിൽ ഒറ്റപ്പെടൽ എന്നുള്ള ഒരു പ്രതിഭാസം പൊതുവിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. അത് നമ്മളുടെ സമൂഹത്തിൽ മാത്രമല്ല, അന്തർദേശീയമായിട്ട് തന്നെ നമുക്ക് കുട്ടികൾ തമ്മിലുള്ള ഒറ്റപ്പെടലുണ്ട്, അല്ലെങ്കിൽ യങ് ജനറേഷനിലുള്ള ഒറ്റപ്പെടലുണ്ട്. യങ് ജനറേഷനിലുള്ള ഒറ്റപ്പെടലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം, അതൊരു വലിയ ഈ പേഴ്സൺ ടു പേഴ്സൺ ഇന്ററാക്ഷനിലേക്ക്, നേരിട്ടുള്ള ഇന്ററാക്ഷനിലും സമയം കുറയുകയും അതിന്റെ മറ്റു വശങ്ങൾ നമുക്ക് കൂടുതൽ പരിശോധിച്ച് നോക്കാൻ പറ്റും. മുതിർന്നവരുടെ മക്കള് തിരക്കിൽ പോകുമ്പോഴത്തേക്ക് മക്കള് അതിന്റെ ഭാഗമായിട്ടും മുതിർന്ന പേരൻസ് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അതുപോലെ ഒറ്റപ്പെടലിന്റെ
കുടുംബത്തിനകത്ത് തന്നെ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 4 പേരുള്ള ഒരച്ഛനും അമ്മയും 2 മക്കളും ഉള്ള ഒരു വീട്ടിൽ തന്നെയാണെങ്കിൽ 4 പേര് 4 മുറിയിലിരുന്ന് ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ വാട്സാപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ അമ്മമാരുടെ കൂടെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അമ്മ എപ്പോഴും വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മയുടെ പരാതി കുട്ടി മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നതെന്നായിരിക്കും. കുട്ടി കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാതാപിതാക്കൾ തങ്ങളിലുള്ള ഇന്ററാക്ഷനിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടേറുന്ന രീതിയിലുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമായിട്ട് അല്ലാതെ തന്നെ ഇപ്പം വിഷാദ രോഗം പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പം വയസ്സായവരിൽ വിഷാദ രോഗം വരാം, മധ്യവയസ്കരിൽ വിഷാദ രോഗം വരാം, യങ് ജനറേഷൻ ചൈൽഡ് അഡോളസെന്റിലും വിഷാദ രോഗം വരാം. വിഷാദ രോഗികളുടെ മാനസികാവസ്ഥ കൂടെ താമസിക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയോ ഭർത്താവിനോ പോലും മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവര് വലിയ തോതിലുള്ള ഒറ്റപ്പെടലിന് വിധേയമാവുകയും ഇപ്പം ചിലരൊക്കെ തന്നെ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ്. വിഷാദരോഗം ഏത് പ്രായത്തിലും വരാം, കുട്ടികളിലും വരാം. വിഷാദരോഗിയായ ഒരു ഭാര്യയോടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനോടോ എങ്ങനെയാണ് പെരുമാറേണ്ടതിനെ സംബന്ധിച്ചിട്ടും വലിയ അറിവില്ല. അങ്ങനെ വരുമ്പോൾ അതും ഒരു ഒറ്റപ്പെടലിലേക്ക് പോകുന്ന ഒറ്റപ്പെടൽ ഒരു വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് പുതിയ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത് മുമ്പ് നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ഇത് മുൻകാലങ്ങളിനേക്കാൾ കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലെ പ്രായമായ മാതാപിതാക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. മക്കളൊക്കെ പഠിക്കാനും ജോലി ചെയ്യാനുമായി വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ ആയിരിക്കും. വലിയ വീടുകളിൽ അവർ തനിച്ചാണ്. ശരീരത്തിന് വയ്യാതാകുന്നതിനേക്കാൾ അവരെ തളർത്തുന്നത് ഈ ഏകാന്തതയാണ്. കേരളം പോലൊരു സമൂഹത്തിൽ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം വളരെ കൂടുതലാണ്. മക്കൾ ജോലിക്കോ പഠനത്തിനായോ വിദേശത്തേക്ക് പോകുമ്പോൾ വാർദ്ധക്യത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളോടെ വീട്ടിൽ തനിച്ചാകുന്നവർ അനുഭവിച്ചറിയുന്ന ഏകാന്തത കടുത്ത വിഷാദത്തിലേക്ക് വഴിമാറുന്നു. അതുപോലെ തന്നെയാണ് ഇന്നത്തെ യുവതലമുറയും. പരീക്ഷാ സമ്മർദ്ദവും കരിയർ ഭയവും കാരണം ആരോടും ഒന്നും പറയാനാവാതെ തളർന്നു പോകുന്ന ഒട്ടേറെ ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അമിതമായ പഠനസമ്മർദ്ദം, കരിയറിലെ അനിശ്ചിതത്വം, റീലുകൾക്കും വെർച്വൽ ലോകത്തിനും അടിമപ്പെടൽ എന്നിവ കാരണം യുവാക്കൾ യഥാർത്ഥ സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് പിന്നാക്കം പോകുന്നു. നാട്ടിലെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് മരുഭൂമിയിലോ വിദേശ രാജ്യങ്ങളിലോ ഒറ്റമുറിയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ അനുഭവിച്ചറിയുന്ന ഒറ്റപ്പെടൽ വാക്കുകൾക്കതീതമാണ്. ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ സ്ഥാപകയായ ശ്രീമതി ഉമാ പ്രേമൻ. കേരളത്തിൽ നമ്മളെ ഏകാന്തത എന്ന് പറയുന്നത് സാധാരണ ഞാൻ ഈ കഴിഞ്ഞ 29 വർഷമായിട്ട് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഉള്ളതുകൊണ്ട് 2 രീതിയിലുള്ള ഏകാന്തതയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പണ്ട് നമുക്ക് ദാരിദ്ര്യമായിരുന്നു നമ്മളെ കഷ്ടപ്പെടുത്തിയിരുന്ന വെച്ചാൽ ഇന്ന് ഏകാന്തതയാണ് കഷ്ടപ്പെടുത്തുന്നത്. കേരളത്തിന്റെ മുഖം മാറി, വീടുകൾ 2 നിലയായി, ഗേറ്റിന് പൂട്ടായി, ചുറ്റുമതിൽ ഉയർന്നു. അങ്ങനെ വീടിന്റെ വാതിൽ എപ്പോഴും അടച്ചിട്ട് ഉള്ളിലിരിക്കുക, അയൽക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ആർക്കും, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഏകാന്തത ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ മക്കള് അവര് മൊബൈൽ കുറച്ചു നേരം നോക്കുന്നു, പിന്നെ കുറച്ചു നേരം TV കാണുന്നു, എല്ലാത്തിനും ഒരു മടുപ്പാണ് അവർക്ക്. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഒറ്റപ്പെട്ടു പോകുന്നു. മക്കളാണെങ്കിൽ ജോലി കിട്ടി വലുതായി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് വീട്ടിലാരും ഇല്ലാണ്ട് പാരന്റ്സ്, ഒരു ആശുപത്രി പോകാൻ ആളില്ല, അങ്ങനെ എപ്പോഴും അവർ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഇത് വരുന്നു. ഇതിനിപ്പം നമുക്ക് സർക്കാരിന്റെ വകയായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിനാകെ ചെയ്യാനുള്ളത് ഇതൊരു മഹാമാരി പോലെയാണ്, മൗനമായിട്ടുള്ള ഒരു മഹാമാരി പോലെയാണ് ഇത്. നമ്മളെല്ലാവരും ഇതില്ല എന്ന് പറയും, നമ്മൾ ഏകാന്തത ഒന്നും ഫീൽ ചെയ്യില്ല എന്ന്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് പലരും ഒറ്റയ്ക്ക് തന്നെയാണ്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ഒരു 3 കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരമാവും. ദിവസം 10 മിനിറ്റ് നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് വീട്ടിലുള്ള സഹോദരൻ, അച്ഛൻ, അമ്മ ഇവരോടൊക്കെ 10 മിനിറ്റ് എങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ, സംസാരിക്കാൻ കഴിഞ്ഞു വെച്ചാൽ അച്ഛൻ ജോലിയുടെ കാര്യം ചോദിക്കും, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, സഹോദരൻ പഠിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു 10 മിനിറ്റ് നമ്മളെല്ലാവരും കൂടി കുശലാന്വേഷണം നടത്തുകയാണെങ്കിൽ അപ്പൊ ഒരു ബന്ധം ഉടലെടുക്കുക. രണ്ടാമത്തത്
അയൽപ്പക്കങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണം. പണ്ട് നമുക്ക് എല്ലാം പറയാൻ അടുത്ത വീട്ടിലെ ആളുണ്ടായിരുന്നു. അവിടെ ചേച്ചി ഒറ്റയ്ക്കാണെങ്കിൽ അവരുടെ കാര്യം നമ്മൾ അന്വേഷിക്കുമായിരുന്നു. അവരുടെ വീട്ടില് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുമായിരുന്നു. അത്തരം മരുന്നുകൾ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി വരുമ്പോൾ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഒരു അടുത്തുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഏകാന്തത ഒന്നുകൂടി കുറയും. അതിന്റെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു ശക്തിയുണ്ട്. അത് നമ്മളെ തീർച്ചയായിട്ടും ഏകാന്തതയിൽ നിന്ന് പുറകോട്ട് വലിക്കും. മൂന്നാമത്തത് മറ്റുള്ളവർക്കായി ജീവിക്കുക. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് എൻ്റെ ഏകാന്തത മാറ്റുന്നത്. ഏറ്റവും നല്ല മരുന്നാണ്. മറ്റുള്ള ഒരാളുടെ ഏകാന്തത മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു രോഗിയെ പോയി കാണുക, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ഒരു വൃദ്ധസദനത്തിൽ കുറച്ചു നേരം നമ്മൾ ചെലവഴിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മളെപ്പോലെയുള്ള ആളുകളുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വീടൊന്നുമല്ല വേണ്ട, വലിയ മനസ്സാണ് ഉണ്ടാവേണ്ടത്. പണമല്ല, ബന്ധങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളതൊക്കെ ഈ അടുത്ത തലമുറയെങ്കിലും മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരും ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തേക്ക് വരാം. കേരളത്തില് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. എല്ലാ ബന്ധങ്ങളും നിലനിർത്താനും ഒരുപാട് വായനശാലകൾ പഴയതുണ്ട്, പല ക്ലബ്ബുകളും ഉണ്ട്. അതൊക്കെ ഒന്ന് റീജനുവേറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും ഒക്കെ എൻഗേജ്ഡ് ആവാൻ പറ്റും. അതോടുകൂടിയിട്ട് നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ എപ്പോഴും ഒറ്റയ്ക്കാണ്, ലോൺലിനെസ് പറയണത് മാറിക്കിട്ടും. ഒറ്റപ്പെടൽ എന്നത് കേവലം ഒരു മാനസികാവസ്ഥ മാത്രമല്ല, അത് ശരീരത്തെയും ഗുരുതരമായി ബാധിക്കും. മനസ്സിൽ സങ്കടം കെട്ടിനിൽക്കുമ്പോൾ ഉറക്കം കുറയുന്നു, ഉത്കണ്ഠ വരുന്നു. ചിലപ്പോൾ അത് വിഷാദരോഗത്തിലേക്ക് വഴിവെച്ചേക്കാം. ദിവസേന 15 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കടുത്ത ഏകാന്തത മൂലമുണ്ടാകാം എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗ സാധ്യത, പ്രതിരോധശേഷിക്കുറവ് എന്നിവ ഇതിന്റെ ഫലമാണ്. ക്രോണിക് ഡിപ്രഷൻ, ഭയവും ഉത്കണ്ഠയും, ഉറക്കമില്ലായ്മ, ആത്മഹത്യാ പ്രവണത എന്നിവയിലേക്ക് ഇത് നയിച്ചേക്കാം. എന്നാൽ ഇതിനൊരു പരിഹാരം ആവശ്യമാണ്. വളരെ ലളിതമായ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കിതിനെ മറികടക്കാം. ഫോണിനപ്പുറം മനുഷ്യരെ കാണാൻ സമയം കണ്ടെത്തണം. ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വീട്ടിലുള്ളവരുടെയോ പ്രിയപ്പെട്ടവരുടെയോ കൂടെ ഫോൺ ഉപയോഗിക്കാതെ സംസാരിക്കാൻ മാറ്റിവെക്കുക. ഒരു മെസ്സേജ് അയക്കുന്നതിന് പകരം ഫോൺ വിളിച്ച് സംസാരിക്കുക. നമ്മുടെ വീട്ടിലോ അയൽപ്പക്കത്തോ ഉള്ള പ്രായമായവരോടോ കൂട്ടുകാരോടോ സുഖമാണോ എന്ന് വെറുതെ ചോദിക്കാതെ അവർ പറയുന്നത് കുറച്ചു സമയം ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അത് അവർക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. സാമൂഹിക കൂട്ടായ്മകളിൽ പങ്കാളികളാവുക. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ, അതൊരു വായനക്കൂട്ടമാകാം, ഗാനമേളയാകാം, അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ ക്ലബ്ബ് പ്രവർത്തനങ്ങളോ സന്നദ്ധ സേവനങ്ങളോ ആകാം. ആളുകളുമായി നേരിട്ട് ഇടപഴകുക. റിട്ടയർമെന്റ് ജീവിതത്തിലും കൂട്ടായ്മകളിൽ പങ്കാളികളാവുക. വാർദ്ധക്യത്തിൽ പകൽ വീടുകൾ പോലെയുള്ള സംവിധാനങ്ങളുടെ പ്രാധാന്യവും വലുതാണ്. മറ്റൊന്ന് സ്വയം ഇഷ്ടപ്പെടുക എന്നതാണ്. വായന, നല്ല സംഗീതം ആസ്വദിക്കൽ, ചെടികൾ നടൽ തുടങ്ങിയ ചെറിയ കാര്യങ്ങളിലൂടെ സമയം ആനന്ദകരമാക്കുക. ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്നത് ഒരു തെറ്റോ കുറ്റമോ അല്ല. എന്നാൽ അത് മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കൗൺസിലറുടെയോ ഡോക്ടറുടെയോ സഹായം തേടാൻ മടിക്കരുത്. ഗവൺമെന്റിന്റെ സൗജന്യ കൗൺസിലിംഗ് ഹെൽപ്പ് ലൈനായ ടെലിമാനസ് 144416 ഇതിനായി ലഭ്യമാണ്. നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, അത് ഒരുപക്ഷെ ഏകാന്തതയിൽ കഴിയുന്ന മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. ഇന്ന് തന്നെ കുറച്ചു കാലമായി സംസാരിക്കാതിരുന്ന ഒരു പഴയ സുഹൃത്തിനെയോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരെയോ വിളിച്ച് മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ചു നോക്കൂ. അത് അവരുടെയും ഒപ്പം നിങ്ങളുടെയും മനസ്സിന് നൽകുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.